കൃത്യമായ തീരുമാനങ്ങൾ. അതിൽ പാക് പ്രധാനമന്ത്രി നാളെ യോഗം വിളിക്കുന്നു. എന്തൊക്കെ രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ തീരുമാനത്തിലാണ് പ്രധാനമായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറുപടി വരിക. ബാക്കി എല്ലാം തന്നെ റെസിപ്രോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനും സ്വീകരിക്കുന്ന ഒരു നടപടി മാത്രമാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ളത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. 1960 മുതൽ നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു പതിറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ഒരു കരാറ് ഇന്ത്യ മരവിപ്പിക്കുമ്പോൾ അതിന്റെ ആത്യന്തിക ഫലം അനുഭവിക്കുന്നത് പാകിസ്ഥാനിലെ വെസ്റ്റേൺ ഭാഗത്തുള്ള അല്ലെങ്കിൽ പശ്ചിമ സൈഡിലുള്ള ഭാഗത്തുള്ള ഗ്രാമങ്ങളിലായിരിക്കും. ജലസേചനത്തിന് വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം, വരൾച്ചയിലേക്ക് കാര്യങ്ങൾ നയിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം പാകിസ്ഥാന് അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതൊരു നിയമ നടപടികളിലേക്ക് പാകിസ്ഥാന് വേണമെങ്കിൽ പോകാം. ചൈനയുടെ സഹായവും ചിലപ്പോൾ അതിന് കിട്ടിയേക്കാം. ചൈനയുടെ ടിബറ്റ് ഇതിന്റെ ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ ഇതിന്റെ നീരൊഴുക്കുള്ള സിന്ധു നദിയിലേക്കുള്ള നീരൊഴുക്ക് വരുന്ന നദികളൊക്കെ തന്നെ ടിബറ്റൻ മേഖലയിലാണ് ഉള്ളത്. അപ്പോൾ ആ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു തർക്കത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നാളെ പ്രധാനമായും പാകിസ്ഥാന് ഒരു മറുപടി പറയേണ്ടി വരുന്നത് ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ തീരുമാനത്തിലായിരിക്കും. ശരി ബസന്ത്.